കടൽക്ഷോഭത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന കൊച്ചി എടവനക്കാട് മേഖലയിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹായ് വീടൻ എം പിയും എത്തിയിരിക്കുകയാണ്. അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുകയാണ് വി ഡി സതീശൻ. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണാം. അഞ്ജലി ശ്രീജിതാരാജ് നമുക്ക് പോകുന്നുണ്ട്. അഞ്ജലി ശ്രീജിതാരാജ്, കടൽക്ഷോഭത്തെ തുടർന്നുള്ള ദുരിതം ഒരു മനുഷ്യച്ചങ്ങല രൂപീകരിക്കുന്നതിലേക്ക് പ്രദേശവാസികളെ ഇന്നലെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. തീരത്തിന്റെ ദുരിതം നേരിട്ടറിയാൻ പ്രതിപക്ഷ നേതാവും ഹൈബീഡൻ എം പിയും മുഹമ്മദ് ഷിയാസും അടക്കം നിരവധി നേതാക്കളെ ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് പരിപാടികൾ? സുജയ, ഇന്ന് രാവിലെയാണ് ഇത് എടവനക്കാട് വലിയ രീതിയിൽ കടൽക്കറ്റും കടൽക്ഷോഭം രൂക്ഷമാകുന്ന പ്രദേശങ്ങൾ വി ഡി സതീശനും വി ഡി സതീശൻ, എം പി ഹൈബി ഈഡൻ തുടങ്ങിയ നേതാക്കളെല്ലാവരും ഈ പ്രദേശവാസികളും എല്ലാവരും ചേർന്നാണ് ഈ ബാധിക്കപ്പെട്ട പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കുകയാണ്. ഇന്നലെ വലിയ രീതിയിലുള്ള മനുഷ്യച്ചങ്ങല തീർപ്പായിരുന്നു ഇവിടെയുള്ള ജനങ്ങൾ. അവിടേക്ക് എത്താനായി ഓടി വരികയാണെന്ന് തോന്നുന്നു. ശ്വാസോച്ഛ്വാസമൊക്കെ അല്പം കൂടി നിൽക്കുന്നതായി കേൾക്കാം. അഞ്ജലി, സമാധാനമായി പറഞ്ഞാൽ മതി. കടൽക്ഷോഭത്തെ തുടർന്ന് എടവനക്കാട് ജനത അനുഭവിക്കുന്ന ദുരിതം നേരിട്ടറിയാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹൈബീഡൻ എം പിയും ഇപ്പോൾ ആ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. അതായത് അണിയിൽ മുതൽ വടക്കോട്ട് പള്ളത്താംകുളങ്ങര തെക്കേ വളവ് വരെ കഴിഞ്ഞ ദിവസം മനുഷ്യച്ചങ്ങല ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അണിചേരുന്ന രീതിയിലായിരുന്നു പ്രതിഷേധം നമ്മൾ കണ്ടത്. വലിയ പ്രതിഷേധമായിരുന്നു അവിടെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ പഴങ്ങാട്, കുഴുപ്പുള്ളി ആ ഭാഗങ്ങളിലൊക്കെ വിശദീകരണ യോഗങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരത്തിലൂടെ മുന്നോട്ട് പോകുമെന്നാണ് സമരസമിതി വ്യക്തമാക്കിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം. കടൽക്ഷോഭത്തിനായി കൃത്യമായ പരിഹാര മാർഗങ്ങൾ, കൃത്യമായി കടൽഭിത്തി നിർമ്മിക്കുക, ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം ഏറ്റവും കാര്യക്ഷമമായി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ചെല്ലാനത്ത് ടെട്രാപോഡ് സ്ഥാപിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റം, കടൽക്ഷോഭം നേരിടാൻ ആ തീരം പര്യാപ്തമായതുപോലെ അതിന് ഇപ്പുറത്തേക്കുള്ള ഭാഗങ്ങളിലും സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിന് മുകളിലൂടെ തിരയടിച്ച് കയറുന്നത് നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ താമസിക്കുന്നവരുടെ ദുരിതം വളരെ കൂടുകയാണ്. 5ഓളം വീടുകൾ ഇതിനകം തന്നെ കടലെടുത്ത് പോയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് പ്രദേശവാസികൾ പോയിരുന്നു. റോഡ് ഉപരോധമടക്കമുള്ള മാർഗ്ഗങ്ങൾ അവർ അവലംബിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. അങ്ങനെ പലയിടങ്ങളിലായി പ്രതിഷേധം കനക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവും ഹൈബീഡൻ എം പിയും DCC പ്രസിഡന്റും അടക്കമുള്ളവർ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ, ജനങ്ങളെ കേൾക്കാൻ തീരദേശത്തേക്ക് എത്തിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം.